ഫാഷൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ടു ദ ഉദ്ഘാടന ചടങ്ങ് ഓഫ് ലേബൽ ഫാഷൻ. സോ യെസ്, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ജ്വല്ലറി എന്നുള്ളത് അല്ലേ. മാത്രമല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഐ തിങ്ക് സ്വർണത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും താല്പര്യപ്പെടുന്നത് സ്വർണത്തെ വെല്ലുന്ന രീതിയിലുള്ള ജ്വല്ലറി പീസസ് വെച്ചിട്ടാണ് അല്ലേ. അതിപ്പോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, സ്വർണത്തിന്റെ അത്രയും ഭംഗിയൊക്കെ ഇപ്പോ ജ്വല്ലറിക്ക് സ്വർണ്ണം അല്ലാതെ ജ്വല്ലറിക്കൊക്കെ ലഭിക്കുമോ എന്നുള്ളത്. The answer is here. Label Fashions ഉണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കുന്തൻ പീസസ് വേണോ? You have കുന്തൻ പീസസ് here. പോൾക്കി ജ്വല്ലറി വേണോ? AD ജ്വല്ലറി വേണോ? whatever you need, ഗോൾഡിനെ വെല്ലുന്ന രീതിയിൽ, ഗോൾഡിനെ വെല്ലുന്ന ഭംഗിയിലുള്ള ജ്വല്ലറി you have it in Label Fashion. So yes, jewelry pieces മാത്രമല്ല, you will have makeup, skin care, hair accessories, personal care, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം it's here in Label Fashion. International brands, മേക്കപ്പിലെല്ലാം സ്കിൻ കെയറിലെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് നമുക്ക് ഓൺലൈൻ ആയിട്ടായിരിക്കും മിക്കവാറും ലഭിക്കുക. അല്ലാതെ നമുക്ക് കടകളിൽ ലഭിക്കുക ആ ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ all the renowned brands like Maybelline, Revlon, Faces Canada, Sugar, അങ്ങനെ you name it, all the renowned makeup brands, we have it in Label Fashions. അപ്പോ ജ്വല്ലറി ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, ആൻഡ് യെസ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ച് തൊട്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻ വരെ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടുള്ള കളക്ഷൻ ലേബൽ ഫാഷനിൽ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ്. ഇഫ് യു ആസ്ക് മീ, കൊച്ചി പോലെയുള്ള ഒരു സിറ്റിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. മേ ബി നല്ല നല്ല കടകളുണ്ടാവും, പക്ഷെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ പോയി ഷോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് such a pain അല്ലേ. അപ്പൊ ഏറ്റവും നല്ല പാർക്കിംഗ്, ഏറ്റവും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ലേബൽ ഫാഷൻ നിങ്ങളുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ലേബൽ ഫാഷൻ അങ്ങനെ വിശാലമായ ആംപിൾ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ലേബൽ ഫാഷന്റെ ഇനോഗ്രേഷൻ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ടു ദ ഇനോഗ്രൽ ഫംഗ്ഷൻ ഓഫ് ലേബൽ ഫാഷൻ. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ എല്ലാവരും ഇന്നിവിടെ കാത്തിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. യെസ്, ആർ ചീഫ് ഗസ്റ്റ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് മലയാളത്തിന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ടുള്ള മിസസ് ഭാമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഭാമ വിൽ ബി ഹിയർ ആൻഡ് അതോടുകൂടി നമ്മൾ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന our chief guest Mrs. Bhama is here. Along with her we have our chief guest Mrs. Pinto is here. അതുപോലെ തന്നെ Mr. Ashokan is here. ഒപ്പം തന്നെ we have Mr. Ulas and Mrs. Nimi. So ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് to the inauguration of Label Fashion. നല്ലൊരു ഇടിവെട്ട് കൈയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണല്ലോ. Everybody, നമ്പർ 1 ഫാഷൻ ഹബ് എന്ന് പറയുമ്പോൾ what is there in Label Fashion? എന്തൊക്കെയാണ് ഉള്ളത്? We have makeup, we have skin care, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് we have jewelry. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൈസ് റേഞ്ചിൽ ആവശ്യമുള്ള അത്രയും കളക്ഷൻസ് ആണ് ലേബൽ ഫാഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇന്ന് ഐ മീൻ നേച്ചറും നമ്മൾ പ്രകൃതി വരെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാണ്. ബേസിക്കലി ഇന്നലേക്ക് നല്ല മഴയായിരുന്നു. ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ച് മഴ പെയ്താൽ എന്താവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. താങ്ക്സ് ഗോഡ്, എല്ലാവരുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് മഴയില്ല. നമുക്ക് നല്ലൊരു പ്രസന്റ് ക്ലൈമറ്റ് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാണ് വന്നത്, പക്ഷേ സമയക്കുറവും അതുപോലെ തന്നെ ചെറിയ ടെൻഷനൊക്കെ വന്നപ്പോൾ എന്തൊക്കെയോ പറയുന്നത് മറന്നുപോയി. പക്ഷെ എന്നാലും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ഔദ്യോഗിക സംഭവം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
ബേസിക്കലി ഈ ബ്രാൻഡ് ഇനോഗ്രേഷൻ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ഐ തിങ്ക് ഐ ഷുഡ് ആഡ് സം ഫ്യൂ വേർഡ്സ് അബൌട്ട് ലേബൽ ഫാഷൻ. ഈ രാഷ്ട്രീയം മുന്നോട്ട് വരുന്നത് ഒരു ഓൾമോസ്റ്റ് 2 decades ഒരു കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഭാഗമായിരുന്നു. കോർപ്പറേറ്റ് ലൈഫ് കഴിഞ്ഞ് ഇങ്ങനൊരു എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടുഡേ ദ ഡേ ഏറ്റവും മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൗഡ് തോന്നുന്ന വിഷയം നിൽക്കുകയാണ്. ലൈഫിൽ ഒരു വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു. ലെവൽ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഫാഷൻ സെഗ്മെന്റിൽ തുടങ്ങുന്ന ഒരു ബ്രാൻഡ് ഇന്ന് ഇവിടെ നമ്മൾ നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് ലോഞ്ച് ചെയ്യുകയാണ്. അതിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയും സുന്ദരിയും വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഭാമ മാഡമാണ്. സോ ഭാമയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഭാമയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമല്ല എല്ലാവർക്കും. അല്ലെങ്കിൽ ചില മുഖങ്ങൾ നമുക്ക് മനസ്സിൽ നിന്ന് പോവില്ല എന്ന് പറയുന്ന പോലെയാണ്. കോലക്കുഴൽ വിളി കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന ആരുടെ മുഖമാണ്? ആരുടെ മുഖം ഓർമ്മ വരിക? ഭാമ അല്ലേ? സോ ഭാമ മാമിന്റെ മുഖമാണ് ആ ഒരു സോങ് കേട്ടോടി വന്നല്ലേ. അപ്പൊ അന്ന് നമ്മൾ ആ മുഖം കണ്ട് അത് മനസ്സിൽ കയറിയ ഒരു മുഖമാണ്, ആ ഒരു ഐശ്വര്യമുള്ള ആ ഒരു മുഖമാണ്. പിന്നെ ഒത്തിരി 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 മൂവീസ്, കളേഴ്സ് സൈക്കിൾ, അങ്ങനെ മൂവീസ് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, അങ്ങനെ കുറേ മൂവീസിലൂടെ. പക്ഷെ ഐ തിങ്ക് നേരത്തെ സാറും പറഞ്ഞു, ഫസ്റ്റ് മൂവിയിലെ ആ ഒരു കുട്ടിത്തം നിറഞ്ഞ ആ ഒരു ഐശ്വര്യമുള്ള അതേ സെയിം ഫേസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് അല്ലേ. ആ ഒരു മുഖമാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും മനസ്സിൽ ഉള്ളത് അല്ലേ. സോ എവ്രിബഡി വിതൗട്ട് ഫർദർ ado I would like to welcome നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, the most beautiful actress, Mrs. Bhama. Ma'am, welcome. നല്ല സുന്ദരിയായിട്ടുണ്ട്. ലേബലിലെ ജ്വല്ലറി ആണോ? 100% അതെ, ലേബൽ ഫാഷൻ്റെ ജ്വല്ലറിയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. വേദിയിലിരിക്കുന്ന ബിന്ദു മാം, അശോകൻ സാർ, ഉല്ലാസ്, നിമി ആൻഡ് ഇവിടെ എത്തിയിട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഈസ് വെരി ബ്ലെസ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഗേൾസ്. അപ്പോൾ അതിൽ തന്നെ കൊച്ചിയിൽ കുറച്ചുകൂടെ എന്താ പറയുക, കൊച്ചിന്നല്ല, കുറച്ചുകൂടെ ഫാഷൻ ആദ്യം കേരളത്തിൽ എത്തുന്നതും കേരളത്തിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന ഒരു ഡിസ്പ്ലേ സ്പേസ് ഉള്ളത് കൊച്ചി തന്നെയാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ എല്ലാവർക്കും കൂടുതൽ ലേബൽ ഫാഷൻ ത്രൂ ബ്യൂട്ടിഫുൾ ആവാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഉല്ലാസ്, നിമി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം മാം നമുക്ക് വേണ്ടി ഒരു പാട്ട് പ്ലീസ്. ഭയങ്കര ബിൽഡപ്പ് ആയിപ്പോ കേട്ടോ, പക്ഷെ അത്രയൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ്. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞേ പോയി നമ്മൾ മെല്ലെ. All right, yes. ഇതൊരു അൺഎക്സ്പെക്ടഡ് സർപ്രൈസ് ആയിരുന്നു, പക്ഷെ സ്റ്റിൽ മാം ഡിഡ് ഇറ്റ് സോ വെൽ. എങ്ങനെ ഉണ്ടായിരുന്നു എവറിബഡി? യെസ്, നല്ലൊരു കൈഡി ഫോർ മാം ബിക്കോസ് ഷീ സാങ് റിയലി വണ്ടർഫുള്ളി അല്ലേ. സോ നല്ലൊരു കൈഡി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഫോർ ദി സോങ്. യെസ്, താങ്ക് യു സോ മച്ച്. കാരം നമ്മുടെ ഫാഷൻ ലോകത്ത് ഒരു തിലകക്കുറിയായി നമ്മുടെ വൈറ്റില മാറുകയാണ്. എന്തിനും ഏതിനും നമ്മൾ കൊച്ചി നഗരത്തെ ആശ്രയിക്കുമ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ സുന്ദരികളാക്കുന്നതിനായി നമ്മുടെ ഈ വൈറ്റിലയിൽ സ്ഥാപിക്കപ്പെട്ട ഈ പുതിയ
സ്ഥാപനത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു. കൊച്ചിയുടെ ഹൃദയ ഭാഗത്ത് വൈറ്റിലയിൽ ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ, ഒരു സ്പോട്ടിൽ ആണ് ലേബൽ ഫാഷൻ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് കൊച്ചിക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം പാർക്കിംഗ് ഫെസിലിറ്റി. സോ യെസ്, ആ ഒരു പാർക്കിങ്ങിന്റെ ബുദ്ധിമുട്ടെല്ലാം കവറപ്പ് ചെയ്തുകൊണ്ട് ആംപിൾ പാർക്കിംഗ് സ്പേസ് ആയിട്ടാണ് ലേബൽ ഫാഷൻ ഇന്ന് കൊച്ചിയിലെ സുന്ദരികളെ കൂടുതൽ സുന്ദരികളാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉദ്ഘാടന ചടങ്ങിനോട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായി വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഫോർമർ വൈസ് ചെയർപേഴ്സൺ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ തൃപ്പൂണിത്തുറ. ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ വന്നിട്ടുള്ള ഈ ലേബൽ ഫാഷൻസിനെ ഹൃദയത്തിലേറ്റിയിട്ട് അതിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും. പിന്നീട് എനിക്ക് പറയാനുള്ളത് ഒരു 2-3 വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെയൊക്കെ യുവത്വത്തിൽ ഞങ്ങളുടെ പത്മരാജൻ നമുക്ക് കേരളത്തിന് നൽകിയ ക്ലാരയായിരുന്നു ഞങ്ങളൊക്കെ കൊണ്ടു നടന്നത്. ക്ലാരയെ ഒരു കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാർക്കും മറക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരു അടച്ച മുറിയിൽ നിന്ന് തുറന്ന മുറിയിലേക്കും തുറന്ന മുറിയിൽ നിന്ന് അടച്ച മുറിയിലേക്കും പോയിക്കൊണ്ടിരുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ആ ക്യാരക്ടർ അവതരിപ്പിച്ച സുമലത ഒരു കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് 2007 ലോഹിതദാസ് നമുക്ക് ഒരു നിവേദ്യമായിട്ട് ഒരു കലാകാരി അവതരിപ്പിക്കുന്നത്. നിവേദ്യം തന്നെയായിരുന്നു സത്യത്തിൽ. നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള, ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്, ഞാൻ തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ ഇടനാഴികളിലും അതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ റോഡുകളിലും സൈഡിലും വീടുകളിലും ഒക്കെ കണ്ടുവിട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന സത്യഭാമ. ആ സത്യഭാമ ഇന്നും ഞാൻ ആ സമയത്ത് ഞങ്ങൾ മധ്യവയസ്കരൊക്കെ ആയിക്കഴിഞ്ഞിരുന്നു. എങ്കിലും സത്യഭാമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്ലാരയോടൊപ്പം അല്ലെങ്കിലും ക്ലാരയേക്കാളോ ആ ഒരു ക്യാരക്ടർ നമുക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരി ഇനിയും കൂടുതൽ സാധ്യതകളിലേക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയൊരു മൂല്യം ഉണ്ടായിരുന്നു, വലിയ വാല്യൂസ് ഉണ്ടായിരുന്നു. ആ വാല്യൂസ് തന്നെയാണ് ഞാൻ ഇവർക്ക് കൊടുക്കാം. അതിനകത്ത് വേറെ ഒരു ബാർഗെയിനിങ്ങും ഇല്ല, വലിയൊരു ബാർഗെയിനിങ് ഇല്ല എന്നാണ് ഞാൻ ധരിച്ചത്. എനിക്ക് തോന്നിയത് അത് തന്നെയായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഈ മേനകാർക്കേഡ് എനിക്ക് തിരിച്ചു പിടിച്ച് തന്നിട്ടുള്ള ഒരാളാണ് ഉല്ലാസ്. കാരണം മേനകാർക്കേഡ് നഷ്ടപ്പെട്ടിട്ട് കുറച്ചധികം നാളുകളായിരുന്നു. ഈ മേനകാർക്കേഡ് ഈ രീതിയിലേക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച ഒരൊറ്റ വ്യക്തി, അത് എൻ്റെ മകനാണ് ജയദീപ്. അവൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇവർക്ക് കൊടുക്കത്ത രീതിയിലേക്ക് മേനകാർക്കേഡ് മാറിയത്. ഇപ്പോൾ മേനകാർക്കേഡ് എനിക്ക് തിരിച്ചു പിടിച്ചു തന്നിട്ടുള്ള ലേബൽ ഫാഷൻസാണ്. അതിൽ ഉല്ലാസിൻ്റെ ടീമിനോടും പ്രത്യേകിച്ച് മനോജിനോടൊക്കെ ഞാൻ നന്ദി പറയാം. All right, yes, ladies and gentlemen, we are moving on to the vote of thanks. So yes, Ullas sir already introduced ചെയ്തതാണ് നിമി മാമിനെ. സാറും നേരത്തെ പറഞ്ഞു രണ്ടുപേരും യുണൈറ്റഡ് ആയിട്ട് 70 days, which is news to me, 70 daysലാണ് ഈ ഒരു സ്ഥാപനം അല്ലേ. അപ്പോൾ യെസ് വി നോ അതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെറും 70 ദിവസം, 2 മാസം 10 ദിവസം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു രീതിയിലേക്ക് ഉയർത്തിയത്. സോ യെസ്, ഉല്ലാസ് സാറിനൊപ്പം എപ്പോഴും കംപ്ലീറ്റ്ലി സപ്പോർട്ടായിട്ട് ഒപ്പം തന്നെ നിൽക്കുന്ന നിമി മാമിനെയാണ് അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്തത്. നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്. ഇന്ന് നമ്മുടെ ലേബൽ ഫാഷന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. ഞങ്ങളുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു വെഞ്ചർ റിയാലിറ്റിയിൽ എത്തിയ ദിവസം. ആദ്യം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബ്യൂട്ടിഫുൾ ടാലന്റഡ് ആക്ട്രസ് ബാമ മാം, നമ്മുടെ കൗൺസിലർ മാം, അതുപോലെ നമ്മുടെ സ്വന്തം അശോകൻ, എല്ലാവർക്കും, അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുക്കി തന്നതാണ് കുറെ നല്ല മനുഷ്യരെ. ഞങ്ങളുടെ കൂടെ കൈ പറഞ്ഞാലും തീരില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ലേബൽ ഫാഷനെ കുറിച്ചിട്ടാണ്. ലേബൽ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എ ജസ്റ്റ് ഷോപ്പ്, ഇറ്റ്സ് എ ഫാഷൻ ഹബ്ബാണ്. വൈറ്റിലയുടെ ഫാഷൻ ഹബ്. അതായത് ഇവിടെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ളതും ട്രെൻഡി ആയിട്ടുള്ളതും ഫാഷനബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ലേബൽ ഫാഷൻ ഒരുക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉല്ലാസ് പറഞ്ഞതുപോലെ കൊച്ചി നഗരം എന്ന് പറഞ്ഞ സുന്ദരികളുടെ നഗരമാണ്. ഈ സുന്ദരിമാർക്ക് വളരെ കോൺഫിഡൻസ് ആയും അവരുടെ പേഴ്സണാലിറ്റിയും ഹൈലൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പേസായി ഈ ലേബൽ ഫാഷൻ മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവുമാണ് എനിക്കിനി മുന്നോട്ടുള്ള യാത്രയിൽ വേണ്ടത്.